ഇന്ന് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ്ട്രിക്കിന്റെ ബുദ്ധിമുട്ട്. ഈ നെഞ്ചരിച്ചിലുണ്ട്, പൊളിച്ചിതായിട്ടുണ്ട്, വയറ്റൊന്നും പോകുന്നില്ല. അതിൻ്റെ ഒക്കെ പുറമെ നല്ല കടുത്ത മൈഗ്രെയിൻ, അതായത് തലവേദന പൊട്ടിപ്പൊളിയുന്ന പോലെയുള്ള മൈഗ്രെയിൻ. ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുന്ന ഒരു പ്രശ്നമാണ് ഈ മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ടും ഈ ഗ്യാസ്ട്രിക്കും. കാരണം ചോദിക്കുന്ന സമയത്ത് അവർക്ക് മൈഗ്രെയിൻ ഉണ്ടാവും, അവർ പെയിൻ കില്ലർ സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ടാവും, പക്ഷെ അവർക്ക് മൈഗ്രെയിൻ മാറുന്നുണ്ടാവില്ല, വേദന മാറുന്നുണ്ടാവില്ല. അവർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പുളിച്ച് തട്ടാറുണ്ട്, അല്ലെങ്കിൽ വയറ്റൊന്നും പോകാത്ത പ്രശ്നം ഉണ്ടാകലുണ്ട്, വയറ്റ് ഉറച്ചു പോകുന്ന ബുദ്ധിമുട്ടുണ്ടാകലുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഗ്യാസ്ട്രിക്കിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവർക്കുണ്ടാവും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരം പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രിക് റിലേറ്റഡ് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പൂർണ്ണമായിട്ട് എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ മുഹമ്മദ് ഷിബ്ലി സാറാണ്. മിസിരിയ ഹെൽത്ത് കെയറിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. ഹൈ സർ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ഒരു പേഷ്യൻസ് അല്ല, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമിക്ക ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ്ട്രിക്. അത് പല ആൾക്കാരും പല രൂപത്തിലാണെന്ന് മാത്രം. ചില ആളുകൾക്ക് നെഞ്ചരിച്ചിലായിരിക്കും, ചില ആൾക്ക് പൊളിച്ചിതായിരിക്കും, ചില ആളുകൾക്ക് വായു പുണ്ണ് അല്ലെങ്കിൽ അൾസർ രൂപത്തിലായിരിക്കും, ചില ആൾക്ക് കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ്. പിന്നെ വളരെ കൂടിയ ആളുകൾക്കും ഇതിൻ്റെ ഒരു മൂർധന്യാവസ്ഥ എന്ന് പറയുന്നത് മൈഗ്രെയിൻ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇത് കാണാറുണ്ട്. ശരിക്ക് എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ വരുന്നത് ഒരാൾക്ക്? അപ്പോൾ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ പറയുമ്പോൾ ഗ്യാസ് അതേപോലെ നെഞ്ചിരിച്ചിലാണ് മെയിനായിട്ട് ആളുകൾ കാണാനുള്ളത്. വയറിങ്ങനെ വീർത്ത് വരിക, എമ്പൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെ ഒരു എരിച്ചിൽ, ഭയങ്കര ഇടത് ഭാഗത്ത്, വയറിൻ്റെ ഈ മുകളിലെ ഇടത് ഭാഗത്തായിക്കൊണ്ട് ഭയങ്കര ഒരു എരിച്ചിൽ വരിക. അതേപോലെ മുകളിലേക്ക് ഇങ്ങനെ കയറി വരുന്നത് പോലെ, എന്തോ കയറി വരുന്ന പോലെ, എന്തോ ഒന്ന് കുടുങ്ങി കിടക്കുന്ന പോലെ ചെസ്റ്റിൽ ഇങ്ങനെ. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ നടുഭാഗത്തായിട്ട് എരിച്ചിൽ, വായക്കൊരു പൊളിച്ച സാധനം ഇങ്ങനെ പുളിച്ചതേ കിട്ടി വരിക. അത് കാരണമായിട്ടുണ്ടാകും ചുമ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ലക്ഷണങ്ങൾ എന്തുണ്ട്, ഈ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടിനുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പുളിച്ചത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്കിവിടെ വയറ് ഈ ഭാഗത്തായിട്ട് ഒരു സഞ്ചി പോലെ നിങ്ങൾ സങ്കല്പിക്കും. അപ്പോൾ ഈ സഞ്ചിയിൽ എന്തുണ്ട്, ആസിഡാണുള്ളത് മെയിനായിട്ടുള്ളത്, വയറിൽ ദഹിപ്പിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആസിഡ് ഭയങ്കര എരിയുന്ന സാധനം, നമ്മൾ കയ്യിലൊക്കെ ആയിക്കൊണ്ട് നല്ല പൊള്ളൽ കൊള്ളുന്ന അത്രയും പവറുള്ള ആസിഡ് എന്തുണ്ട് നമുക്ക് ഈ വയറിൻ്റെ അകത്തുണ്ട്, നല്ലൊരു പ്രൊട്ടക്റ്റീവായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതിങ്ങനെ മുകളിലേക്ക് തികട്ടി വരികയാണ്, മുകളിലേക്ക് കയറി വരിക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വരുന്നില്ലല്ലോ എന്ന് സംശയം. അപ്പോൾ എന്താ എല്ലാവർക്കും വരാത്തതെന്ന് വെച്ചാൽ അവിടെ ഒരു വാൾവുണ്ട് നമുക്ക്, അത് അങ്ങോട്ട് മാത്രമേ തുറക്കുള്ളൂ, മുകളിലേക്ക് അത് തുറക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ചില പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആസിഡിറ്റി, നമ്മൾ എരിവും പുളിവുള്ളത് നിരന്തരമായിട്ട് കഴിക്കുമ്പോൾ അതിൽ എച്ച് പൈലോറി ബാക്ടീരിയൻ്റെ ഇൻഫെക്ഷൻ നമ്മൾ വയറിൻ്റെ അകത്ത് വരുമ്പോൾ ഈ സമയത്തൊക്കെ ഈ ഒരു വാൾവിന് ചില തകരാറുകൾ വരും അതിൻ്റെ പ്രവർത്തനത്തിൽ. അപ്പം ഈ പുളിച്ചത് കെട്ടി എന്ത് ചെയ്യും, മുകളിലേക്ക് കയറി പോകുന്നുള്ളതാണ്. ആ കയറി പോകുമ്പോൾ ഉണ്ടാകുന്ന എരിച്ചിലാണ് ഈ ഭാഗത്ത് നടുവ് കൂടെ ഇങ്ങനെ വരുന്നത്. അത് വായിലേക്ക് എത്തുമ്പോൾ ഒരു പുളിയുള്ള സാധനം, അത് കാരണം ആ വായിൻ്റെ അകത്ത് പല്ലിന് ദ്രവിക്കാനും വായിൻ്റെ അകത്ത് എപ്പോഴും ഒരു കണ്ടിന്യൂസ് ആയിട്ട് നാറ്റം എപ്പോഴും ഉണ്ടാവും. പിന്നെ അത് കാരണം തന്നെ വായിൻ്റെ അകത്ത് പുണ്ണുകൾ രൂപപ്പെടുക. ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങളാണ് ഇതിനുള്ളത് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഇതുപോലെ പല ടൈപ്പ് ഓഫ് കാര്യങ്ങൾ പറഞ്ഞു? ഇപ്പോൾ സാറ് പറഞ്ഞതിലൊരു മെയിൻ കാര്യമാണ് ഇതിൻ്റെ ഒരു എഫക്റ്റാണ് വായുനാറ്റം എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ഇന്ന് ബുദ്ധിമുട്ടുന്ന വിഷയം തന്നെയാണ്. കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഒരാൾ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കുക, കാരണം നേരെ നോക്കി സംസാരിച്ചാൽ അവർക്ക് എന്തും ഒരു സാധനം കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇത് പറയാൻ പറ്റുന്നില്ല, സ്മെല്ലാണ്. സ്വന്തം വീട്ടിൽ പോലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഭാര്യ തെറ്റിപ്പോയിരുന്ന അവസ്ഥ, കാരണം സ്മെല്ലാണ്. ബ്രഷ് ചെയ്തു, ഡെൻ്റൽ ക്ലിനിക്, ഇതൊന്നും ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇത് മാറ്റാൻ ചെയ്യുന്നില്ല ആരും. എന്തിനാണ് റൂട്ട് കോസ് എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ ഗ്യാസ്ട്രിക്കിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള പല പ്രശ്നങ്ങൾക്ക്, അഥവാ മൈഗ്രെയിൻ ആയിക്കോട്ടെ, പുളിച്ചിലായിക്കോട്ടെ, എന്തിനും ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇപ്പം ആളുകൾക്ക് ഇപ്പോൾ നല്ല ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു സപ്ലിമെൻ്റ് ആണ് ഈ ഡൈജസ്റ്റ് പ്രോ എന്ന് പറയുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് കഴിക്കുന്ന സമയത്ത് മൈഗ്രെയിൻ, അതായത് 20-25 വർഷമായിട്ട് മാറാത്ത മൈഗ്രെയിൻ പോലും പൂർണ്ണമായി മാറിയിട്ടുണ്ട്. ഇത് പല ഡോക്ടേഴ്സ് നമ്മൾ റിസൾട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് കൊടുക്കുന്ന സമയത്ത് പുളിച്ചു തീട്ടലും കാര്യങ്ങളൊക്കെ, അതായത് സ്ഥിരമായിട്ട് ഗ്യാസ് കയറിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊടുക്കുമ്പോഴേക്കും എന്ത് ചെയ്യാണ്, ഇത് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരുന്നില്ല, ദഹനം പ്രോപ്പർ ആവുകയാണ്, കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്കും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ വളരെ സിമ്പിളായിട്ട് ക്യൂർ ചെയ്യാൻ ചെയ്തിട്ടുണ്ട്, സാർക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് സാർ എക്സ്പീരിയൻസ് പറഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഏതായാലും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഡോക്ടറെ, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഒരാൾക്ക് ശരിക്കും ഈ പറഞ്ഞ ഗ്യാസ്ട്രിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം? ഓക്കെ, അപ്പോൾ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ
ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന വിഷയമാണ് ഗ്യാസ് വയറിൻ്റെ അകത്ത് എന്തോ ഒരു തരം ഗ്യാസ് കയറി കിടക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എവിടുന്നാണ് ഈ ഗ്യാസ് വന്നതെന്ന് മനസ്സിലാക്കി അതിൻ്റെ കാരണം മനസ്സിലാവും. ഈ ഗ്യാസ് ഉണ്ടാവുന്നത് വയറിൻ്റെ അകത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ പുറത്ത് ഇവിടെ ഒരുപാട് വായുണ്ട്, അത് അകത്തേക്ക് കയറ്റിയിട്ടും ഗ്യാസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ധൃതി പിടിച്ച് ഭക്ഷണം കഴിക്കുകയാണ്, ശരിക്കും ചവയ്ക്കാണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഭക്ഷണത്തിൻ്റെ അടിയിൽ കുടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ നമ്മൾ വിഴുങ്ങുന്ന ഗ്യാസ് ഈ ഗ്യാസ് വയറിൻ്റെ അകത്തേക്ക് എത്തിയിട്ട് ബ്ലോട്ടിങ് ഉണ്ടാക്കാം. പിന്നെ ഒരുന്നുള്ളത് നമ്മൾ ശരിക്കും ദഹിക്കാത്ത ഭക്ഷണം വിടുമ്പോൾ, ദഹിക്കാത്ത ഭക്ഷണം വയറ്റിലേക്ക് ചെന്നാൽ അത് ഒരുപാട് സമയം നമ്മൾ ആമാശയത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കും. ആ കിടക്കുമ്പോൾ ഇത് കെട്ടിക്കിടക്കുമ്പോൾ അതിൽ ബാക്ടീരിയൽ ആക്ഷൻ ഫെർമെൻറ്റേഷൻ വരും എന്നുള്ളതാണ്. അപ്പോൾ ഫെർമെൻറ്റേഷൻ വരുമ്പോൾ നമ്മൾ ഈ മാവ് പുളിപ്പിക്കാൻ വെച്ചാൽ മാവ് ഇങ്ങനെ പുളിച്ച് വീർത്ത് വരുമല്ലോ, ഗ്യാസ് അതിൻ്റെ ഉള്ളിൽ ബബിൾസ് കുടുങ്ങിയിട്ടാണ് അത് വീർത്ത് വരുന്നത്, മാവ് വീർത്ത് വരുന്നത്. അതേ ഒരു എഫക്റ്റ് നമ്മളെ വയറിൻ്റെ അകത്ത് ഈ ഒരു ദഹിക്കാത്ത ഭക്ഷണം കുറേ നേരം കിടക്കുമ്പോൾ ബാക്ടീരിയ ആക്ട് ചെയ്തിട്ട് ഫെർമെൻറ്റേഷൻ നടന്നിട്ട് ഗ്യാസ് പ്രൊഡക്ഷൻ നടക്കും. അതാണ് ഒരു കാരണം ഈ ഗ്യാസ് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷണം ദഹിക്കുന്ന കോലത്തിൽ വയറ്റിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. അതായത് നല്ലോണം ചവച്ചരച്ച് കഴിക്കുമ്പോൾ വയറ്റിലേക്ക് നല്ലോണം ദഹിക്കുന്ന രീതി ചെല്ലും. പിന്നെ ദഹിക്കാത്ത ഭക്ഷണങ്ങൾ മാക്സിമം ഈ രാത്രികളിൽ കഴിക്കുന്നത് ഒഴിവാക്കുക. കാരണം നമ്മൾ നേരെ ഈ വലിയ ഹെവി ആയിട്ട് അൽഫാമും മന്തിയൊക്കെ രാത്രി അടിച്ചിട്ട് പോയി കിടന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ദഹിക്കാൻ നമ്മുടെ ശരീരത്തിന് സമയമില്ല, നേരെ ചെന്ന് കിടത്തുക. അപ്പോൾ ആ സമയത്ത് ദഹനം കുറയും നമ്മൾ ഉറങ്ങുന്ന സമയത്ത്. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ ഫെർമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഗ്യാസ് ബ്ലോട്ടിങ്, പുളിച്ചതായിട്ടിൽ മുകളിലേക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു പുളിച്ച സാധനം ഇങ്ങനെ കയറി വരിക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ അപ്പോൾ തുടങ്ങും. ഓക്കെ. ഇപ്പോൾ സാർ, ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞതിൽ ശരിക്കും നമ്മൾ എന്തെങ്കിലും സ്പെസിഫിക് ഭക്ഷണങ്ങളുണ്ടോ, ഇന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ അതുകൊണ്ട്, അല്ലെ ഇന്ന ഭക്ഷണം കഴിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഗ്യാസ് വരുന്നത്, ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ്? കാരണം പലപ്പോഴും നമ്മൾ മൈഗ്രെയിൻ്റെ പേഷ്യൻസിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അവരെ പലപ്പോഴും ഉണ്ടാവുക വെച്ചാൽ ചില ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് മാത്രമേ മൈഗ്രെയിൻ വരുന്നുണ്ടാവുള്ളൂ. അത് തലേന്ന് ഈ ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് അവരെ നോക്കണ്ട, കംപ്ലീറ്റ് ആയിട്ട് ബെഡ് റിഡൺ. അതായത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് കയറ് കെട്ടിടേണ്ട ഒരു അവസ്ഥ, തലയിൽ കെട്ടിടേണ്ട അവസ്ഥ എന്ന് പറയാറുണ്ട്. കുത്തി നിൽക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. അത്രയും പ്രശ്നങ്ങളായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇപ്പോൾ മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ ഗ്യാസ്ട്രിക് ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തൊക്കെ ഭക്ഷണങ്ങളായിരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു കാരണമായിട്ട് വരുന്നത്? മെയിനായിട്ട് എരിവും പുളിയുള്ള ഭക്ഷണങ്ങൾ അത് തന്നെയാണ് ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. നമ്മൾ കൂടുതലായിട്ട് എരിവ് ചെല്ലുമ്പോൾ, എരിവ് എന്ന് പറഞ്ഞാൽ നമുക്ക് രുചി എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. അതൊരു ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു ട്രോമയാണ്, മീൻസ് ഒരു ഇഞ്ചുറി പറ്റുന്ന ഒരു എഫക്റ്റാണ് ശരിക്കും എരിവിനുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് എരിവ് ചെല്ലുമ്പോൾ പുളിയുള്ള ഭക്ഷണങ്ങൾ, പുളി എന്ന് പറഞ്ഞാൽ ആസിഡാണെന്ന് നമുക്കറിയാം. അപ്പോൾ കൂടുതൽ ആസിഡ് ചെല്ലുമ്പോൾ അവിടെ ഹൈപ്പർ ആസിഡിറ്റി ഉണ്ടാവും വയറിൻ്റെ അകത്ത്. അപ്പോൾ ഹൈപ്പർ ആസിഡിറ്റി, കൂടുതൽ ആസിഡ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ ഈ ആമാശയത്തിൻ്റെ അകത്തുള്ള ആ ഒരു ചർമ്മത്തിന് ഇതിനെ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല, ഇത്രയും ആസിഡിറ്റി. അപ്പോൾ അവിടെ ചെറിയ അൾസറുകൾ രൂപപ്പെടും. ഈ അൾസറുകൾ കാരണം നമ്മളെ ഡൈജഷൻ വരും, അതിൻ്റെ വേദന, പുകച്ചിൽ, ഗ്യാസ്, ബുദ്ധിമുട്ട് തുടങ്ങി. അത് മാത്രം മതി. അപ്പോൾ എരിവും പുളിയുമാണ് മെയിനായിട്ട് 2 കാരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു വയറ്റിലുണ്ടാകുന്ന അൾസർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ വയറ്റിൽ അൾസർ ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണാൻ പറ്റുമോ? അപ്പോൾ അൾസറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, നമ്മളെ വയറിൻ്റെ ഈ ഇടതുവശത്ത്, ഈ വാരിയലിൻ്റെ ഇടതുവശത്തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ ആമാശയം വരുന്നത്. ആ ഭാഗത്ത് ഉണ്ടാകുന്ന അൾസറുകളാണല്ലോ ഈ അൾസർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ അൾസർ ഉണ്ടാകുമ്പോൾ ഈ ഭാഗത്താണ് വേദനയും പുകച്ചിലും വരിക. നമുക്ക് എങ്ങനെയാണോ കയ്യിലൊരു മുറിയായാലും വേദന ആവുക, അതുപോലെ വേദനിക്കും. ഇവിടെ ഒരു പുകച്ചിലും നീറ്റലൊക്കെ ആയിരിക്കും. അത് പിന്നെ ഈ മുകളിലേക്ക് പൊളിച്ചതേറ്റിലൂടെയും വരുമ്പോഴാണ് ഈ ഒരു നമ്മളെ അന്നനാളത്തിൽ ചെറിയ ഇഞ്ചുറികൾ പറ്റുമ്പോഴാണ് ഈ ഒരു ഭാഗത്ത് പുകച്ചിലും നീറ്റലും വരുന്നത്. അതേപോലെ തൊണ്ടയ്ക്ക് ചൊറിച്ചിൽ, ആളുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൗണ്ട് അനക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് വിചാരിക്കുക എന്തോ ചുമേൻ്റെ പ്രശ്നമാണ്, കഫക്കെട്ടാണെന്നൊക്കെ വിചാരിച്ച ആൾക്കാർ ട്രീറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇത് ചോദിക്കുമ്പോഴാണ് എനിക്ക് എന്നും രാവിലെ പൊടിച്ചേട്ടി വരുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ അതാണ് ഇതിൻ്റെ കാരണം. നമ്മൾ എത്ര ചുമക്ക് വരുന്ന പിടിച്ചിട്ടും അത് മാറിപ്പോകില്ല, ഈ പൊടിച്ചതകട്ടൽ മാറ്റാറുണ്ട്. അപ്പോൾ ഈ പൊളിച്ചതകട്ടിൽ മാറ്റുമ്പോൾ ഈ ഒരു ചുമ നല്ല കുറയാറുണ്ട്. കാരണം ഈ പൊളിച്ചതകട്ടി വരുന്ന ആസിഡാണ്, അത് നമുക്ക് ഇവിടെ ഇറിറ്റേഷൻ ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു എപ്പോഴും ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചൊറിച്ചിലാണ് അവർക്ക് ഫീൽ ചെയ്യുക ഫസ്റ്റ്. ഓക്കെ. ഇപ്പോൾ ഇതുകൊണ്ടാണോ പല ആളുകൾക്കും പറയുന്നുണ്ട് ഭയങ്കര സ്ഥിരമായിട്ട് ഛർദ്ദിക്കുന്നുണ്ട് അവസ്ഥ വരുന്നുണ്ട്, അതും ചില കളറിലൊക്കെ കളർ ഛർദ്ദിക്കുന്നുണ്ട്, അതെന്തുകൊണ്ടാണ്? അത് ഇവിടെ ഉണ്ടാക്കുന്ന ഇറിറ്റേഷനാണ്. അതായത് അവിടെ മുറിവാണല്ലോ, അപ്പം നമ്മൾ ഒരു സ്റ്റൊമക്കിൻ്റെ ഒരു മെക്കാനിസമാണ് ആക്ച്വലി എന്ത് ഈ ഛർദ്ദിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇഞ്ചുറി കാരണം, അവിടെ സെൻസിറ്റിവിറ്റി കാരണമൊക്കെ വരുന്ന ആ ഒരു കാരണം കൊണ്ട് വരുന്നതാണ് എന്ത് ഈ ഓക്കാനം. ഇങ്ങനെ എപ്പോഴും ഓക്കാനം ഉണ്ടാവും അവർക്ക്, പ്രത്യേകിച്ച് രാവിലെ എണീക്കുമ്പോൾ. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് അധികം ആൾക്കാർക്ക് ഈ ഓക്കാനം
ഫീൽ ചെയ്യാറുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യും, പുറത്തേക്ക് തള്ളാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നതാണ് ശരിക്കും ഈ നോസിയായിട്ട് വരുന്നത് നോക്കാനായിട്ട്. അത് ഛർദ്ദിക്കും ചെയ്യും കേട്ടോ ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട്. അതൊക്കെ ഇതിൻ്റെ ലക്ഷണം തന്നെയാണ് ഈ വയറിൻ്റെ അകത്ത് പുണ്ണ് വരുന്നുണ്ടുള്ള. ഓക്കെ. ഇപ്പോൾ അതുപോലെ തന്നെ ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ വായ്നാറ്റം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് ശരിക്കും വായ്നാറ്റം? കാരണം ഒരുപാട് ഡെന്റൽ ക്ലിനിക്കിൽ പോയിട്ടുണ്ടാവും, പല്ല് ക്ലീൻ ചെയ്തിട്ടുണ്ടാവും, ഡെയിലി 5-6 തവണ ബ്രഷ് ചെയ്യുന്നുണ്ടാവും, മൗത്ത് വാഷർ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇതൊന്നും യൂസ് ചെയ്തിട്ടും സ്മെല്ല് പോകുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഈ വായനാറ്റത്തിന് ശരിക്കും ഹാൽറ്റോസിസ് എന്നാണ് പറയുക. ഈ ഹാൽറ്റോസിസിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് 3 എണ്ണമാണ്. ഒന്നെങ്കിൽ നമ്മളെ വായൻ്റെ മോണക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടാവും, അതല്ലെങ്കിൽ പല്ലിന് എന്തെങ്കിലും രോഗം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡെൻ്റൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് അത് ശരിയാക്കിയാൽ അത് മാറും. അതല്ലെങ്കിൽ ഒരു കാരണം ഈ പൊളിച്ച് തേകട്ടിലാണ്. മുകൾക്ക് വരുന്ന ആസിഡ് നമുക്ക് ഉണ്ടാക്കുന്ന ആ ഒരു നാറ്റാണ് ശരിക്കും ഒരു രണ്ടാമത്തെ ഒരു കാരണമായിട്ട് പറയാൻ പറ്റും. അത് ഒരുപാട് ആളുകളിലുണ്ട്. ഇനി മൂന്നാമത്തെ നമ്മുടെ ലിവറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും ഈ ഹാൽറ്റോസിസ് എന്ന് പറഞ്ഞ ഒരു സിംറ്റമായിട്ട് കാണിക്കും. ലിവർ പ്രശ്നം, ഫാറ്റ് ലിവറൊക്കെ ഹൈ ഗ്രേഡൊക്കെ പോകുമ്പോൾ. ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞു ഗ്യാസ്ട്രിക്കിന് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഈ വായനാറ്റത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ഗ്യാസ് കയറുന്നതിൽ? ഇപ്പോൾ എല്ലാവർക്കും ഗ്യാസ് കയറുന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും ബാഡ് സ്മെല്ല് പുറത്തോട്ട് വരുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് മാത്രം? ചില ആളുകളിൽ മാത്രമേ ഇത് പൊളിച്ച് തേട്ടി മുകളിലേക്ക് വരുള്ളൂ. പൊളിച്ച് തേട്ടി മുകളിലേക്ക് വരുമ്പോൾ ആ ഒരു ആസിഡ് നമ്മളെ വായിൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന ആ ഒരു സ്മെല്ലാണ് ശരിക്കും ഈ ഒരു കാരണം എന്ന് പറയുന്നത് വായനാറ്റത്തിൻ്റെ. അപ്പോൾ ചില ആളുകൾക്ക് എനിക്ക് ചില ആളുകൾ പറയാം ഇത് മുകളിലേക്ക് എനിക്ക് വരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ ചില എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇത് പൊളിച്ച് തേട്ടി വരുന്നത് അറിയാത്ത ആളുകളുണ്ട് എന്നുള്ളതാണ്. 2 ടൈപ്പ് ഉണ്ട് ഈ GERD എന്ന് പറഞ്ഞ ഒരു രോഗം. ഈ GERD എന്ന് പറഞ്ഞിട്ട് ഈ രോഗം. അപ്പോൾ ഇത് മുകളിലേക്ക് വരുന്നത് അറിഞ്ഞിട്ട് വരുന്ന ടൈപ്പുണ്ട്, ഇത് മുകളിലേക്ക് വരുന്ന അറിയാതെ വായനാറ്റം വരുന്നതുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചതിൽ മൈഗ്രെയിൻ ആയിക്കോട്ടെ, പുളിച്ചിരി കെട്ടലായിക്കോട്ടെ, ഛർദി ആയിക്കോട്ടെ, ഇപ്പം നമുക്ക് ഈ പറഞ്ഞ ബാഡ് ബ്രെത്ത് ആയിക്കോട്ടെ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് ഉടനെ തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. കാരണം ഇതിന് ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഗ്യാസ് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ വരുന്ന സമയത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങളും വർഷങ്ങളായിട്ട് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ഡോക്ടറെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ഇത്തരം ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ 20 വർഷങ്ങളായിട്ട് ഛർദി കാരണം ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പോലും അത് വെറും 2 ആഴ്ച കൊണ്ട് അത്രയും പ്രശ്നങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡോക്ടറെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ത്രൂ നിങ്ങൾക്ക് ബുക്കിംഗ് എടുക്കാവുന്നതാണ്. ഓൺലൈനും ഓഫ്ലൈനും കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡോക്ടറോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ സംസാരിച്ച വിഷയങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഡൈജസ്റ്റ് പ്രോ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതായത് 20-25 വർഷങ്ങളായി മാറാത്ത മൈഗ്രെയിൻ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾ ഗ്യാസ്ട്രിക്കിൻ്റെ ബുദ്ധിമുട്ടായിട്ട് വളരെ കഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഈ ഡൈജസ്റ്റ് പ്രോ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം വരുന്നത്? ഡൈജസ്റ്റ് പ്രോ എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ സാധാരണ ഈ പൊളിച്ച് തേകട്ടിലുള്ള ആളുകൾക്കും ഒക്കെ H. പൈലോറി ഇൻഫെക്ഷൻ ഉള്ള ആളുകൾക്കൊക്കെ നമ്മൾ പറയാറുണ്ട് ആ H. പൈലോറി ഇൻഫെക്ഷൻ പോകാതെ എന്ത് ചെയ്യില്ല, അതിൽ ഒരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ്. കാരണം ആ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഗ്യാസും പൊളിച്ചേട്ടായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് ആ H. പൈലോറി ഇൻഫെക്ഷൻസിനൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു മരുന്നല്ല, മരുന്നിൻ്റെ ഫോമിലല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഫുഡ് സപ്ലിമെൻ്റ് ആണ്. ഫുഡിൽ നമ്മൾ കഴിക്കുന്ന ഫുഡുകളിൽ തന്നെ സെലക്റ്റീവായിട്ട് ചില ഫുഡുകൾ നമുക്ക് ഇതിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു അസിഡിറ്റി കുറയ്ക്കാൻ, അവിടെയുള്ള ഇൻഫെക്ഷൻ H. പൈലോറി ഇൻഫെക്ഷൻ പോകാൻ വേണ്ടിയിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഫുഡുകളെ തിരഞ്ഞു പിടിച്ച് മിക്സ് ചെയ്തിട്ട് അതിനെ നല്ലൊരു ഒരു ഫുഡ് സപ്ലിമെൻറ്റ് രൂപത്തിലേക്ക് മാറ്റിയെടുത്താണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് കഴിക്കുമ്പോൾ ഇത് 30 ഗ്രാമാണ് ഒരു ബോട്ടിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു 30 ഗ്രാം കഴിക്കുമ്പോഴത്തിന് തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഞാൻ ഈ പുൾസേർട്ടിലായിട്ട് വരുന്ന ആളുകൾക്ക് ഞാൻ കണ്ണു മൂട്ടി കൊടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ കൊടുക്കുക, ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റണം. ഫുഡാണ് നമ്മളെന്തല്ല, മെഡിസിൻ അല്ല. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടാറുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഡോക്ടറെ, ഈ ഒരു ഡൈജസ്റ്റ് പ്രോ എങ്ങനെയാണ് നമ്മളെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്നത്? ഇതിൽ ഉള്ള ഫുഡിൻ്റെ ഈ സപ്ലിമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് H. പൈലോറി ഇൻഫെക്ഷൻ കുറയ്ക്കാൻ പവറുള്ള കുറേ ഫുഡിനെയാണ് ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേറൊരു എഫക്റ്റ് ഈ H. പൈലോറി ഇൻഫെക്ഷൻ കുറയുമ്പോഴും ഗ്യാസ് കുറയുമ്പോഴും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു എഫക്റ്റാണ് മൈഗ്രെയിൻ ഉള്ള ആളുകൾക്കും കിട്ടുക. കാരണം ഈ മൈഗ്രെയിൻ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് ഒരുപാട് ആളുകൾ മൈഗ്രെയിനായിട്ട് വരാറുണ്ട്. അവിടെയൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് കാണുന്ന ലക്ഷണമാണ് വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഗ്യാസോ അതല്ലെങ്കിൽ പുളിച്ച കെട്ടലോ ഏതെങ്കിലുമൊക്കെ ഒന്നുണ്ടാവും. അപ്പോൾ അതാണ്ട് ക്ലിയർ ചെയ്യുമ്പോഴേ ആ മൈഗ്രെയിൻ മാറുന്നുള്ളൂ. അത് ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റഡികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് ഈ മൈഗ്രെയിനും അതേപോലെ ഈ ഗട്ട് ഹെൽത്തും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാസ് ഒഴിവാക്കുന്ന സമയത്താണ് മൈഗ്രെയിനിൽ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു ഡൈജസ്റ്റ് പ്രോ എന്ന് പറയുന്ന
ഈ ഒരു സപ്ലിമെൻറ്റ് എനിക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ പേഷ്യൻസിന് ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഗ്യാസും പുളിച്ചക്കെട്ടിലും ഒഴിവാക്കിയിട്ട് മൈഗ്രെയിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ. ഇപ്പം നമ്മൾ ഈ എച്ച് പൈലോറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്താണ് ശരിക്കും എച്ച് പൈലോറി നമ്മളെ വയറ്റിലുണ്ടാവാനുള്ള കാരണം? ഈ എച്ച് പൈലോറി എന്ന് പറഞ്ഞാൽ ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയാണ്. ഇത് നമുക്ക് സാധാരണ ഈ ജങ്ക് ഫുഡ്സ്, നമ്മൾ പുറത്തുനിന്ന് ഉള്ള ഫുഡുകൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ അകത്തേക്ക് ചെന്ന് പെടുന്നതാണ്. ഇതൊരു പ്രത്യേകത, നമ്മൾ വയറ്റിൻ്റെ അകത്ത് ആമാശയത്തിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്. നമ്മൾ മൂക്കിന്ന് ഒലിക്കുന്ന ആ ഒരു മൂക്കറുണ്ടല്ലോ, അതേപോലെ ആ ഒരു മ്യൂക്കസ് ലെയർ ഇതിൻ്റെ അകത്ത് പ്രൊട്ടക്റ്റീവായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ എച്ച് പൈലോറി ചെല്ലുമ്പോൾ ഇതിൻ്റെ കട്ടി അങ്ങോട്ട് കുറക്കും ഈ ഒരു പ്രൊട്ടക്ഷൻ്റെ. അപ്പോൾ നമുക്ക് ഈ ആസിഡ് പെട്ടെന്ന് നമ്മൾ ആമാശയത്തിൽ ഓരോ മുറിവുകൾ ഉണ്ടാക്കൽ തുടങ്ങും. അപ്പോൾ ഈ എച്ച് പൈലോറിയാണ് ഒരു 90% എന്ന് പറയാൻ പറ്റുന്ന അത്രയും ഈ അൾസർ ഉണ്ടാക്കുന്നതെന്ന് പറയാം. നമ്മൾ എൻഡോസ്കോപ്പി എടുത്ത് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനും എടുക്കും. അവിടെ എച്ച് പൈലോറി ടെസ്റ്റും കൂടെ ചെയ്തിട്ടാണ് ചെയ്യുക. ഇപ്പോൾ ഗ്യാസ്ട്രിക്കിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഗ്യാസ് വരുന്ന സമയത്ത് ആൻറ്റാസിഡ്സ് വളരെ ഹെവി ആയിട്ട് കഴിക്കുക എന്നുള്ളത്. എപ്പം ഗ്യാസ് കയറിയാലും ഈ ആൻറ്റാസിഡ്സ് പെട്ടെന്ന് എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞിട്ട്, കാരണം അത് വളരെ കോംപ്ലിക്കേഷനിലേക്ക് എത്തുന്നുണ്ട്. അതിനകത്ത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തലവേദന, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ആൻറ്റാസിഡ്സ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ? അത് സംഭവം അവിടെ ആസിഡിറ്റി ഉണ്ടാവുന്നതുകൊണ്ടാണ് ഗ്യാസ് വരുന്നത് എന്നുള്ള കൺസെപ്റ്റിലാണ് ആൻറ്റാസിഡ്സ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പോൾ ആൻറ്റാസിഡ്സ് കൂടുതലായി കഴിക്കുമ്പോൾ നമ്മൾ ആസിഡ് പ്രൊഡക്ഷൻ കുറയും. ആസിഡ് പ്രൊഡക്ഷൻ കുറഞ്ഞിട്ട് അത് ഡൈജഷനെ അല്ലാതെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ എത്രയൊക്കെ ചെന്നാലും ആ ഡൈജഷൻ എന്ത് ചെയ്യില്ല, ശരിക്കും നടക്കൂല എന്നുള്ള ബുദ്ധിമുട്ടാണ് ഈ ആൻറ്റാസിഡ്സിന് വരുന്നത്. ഓക്കെ. ഇപ്പം നമ്മൾ പലപ്പോഴും രാത്രി ഭക്ഷണം കഴിച്ച സമയത്ത് നമ്മൾ വീട്ടിലെത്തിയിട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഗ്യാസ് കയറാറുണ്ട്. ഇപ്പം കാരണം ചില ആളുകൾ ഗ്യാസിൻ്റെ വേദന അത്രയും ഭയങ്കര ഹെവി ആയിട്ടായിരിക്കും. മേ ബി ആൻറ്റാസിഡ്സ് ഒന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗ്യാസ് റിലീഫ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഓക്കെ. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമുക്ക് ഞാൻ ഒരു 3 കാര്യങ്ങൾ പറഞ്ഞുതരാം ഗ്യാസ് പോകാൻ. ഒന്ന്, നമുക്ക് ഈ ബട്ടർ മിൽക്ക്, മോരിൽ ഒരു ഇഞ്ചി കഷ്ണം ഇട്ടിട്ട്, ഒരു ഗ്ലാസ് മോരിൽ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കഷ്ണം ഇട്ടിട്ട് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾ അത് ഭക്ഷണത്തിന് ശേഷം എന്ത് ചെയ്യുക, ഒന്ന് കുടിച്ചു കൊടുക്കുക. ഇത് നമുക്ക് ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ അവിടെ അൾസറിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു റിലീഫ്, ഒരു തണുപ്പ് എന്ന് പറയില്ലേ, ഒരു കംഫേർട്ട് കൊടുക്കാനും ഗ്യാസിൻ്റെ റിലീഫ് ഒരു മാറി കിട്ടാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം ഭക്ഷണത്തിന് ടൈമിംഗ് ആണ്. കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കുക. ഒരു ദിവസം ഒരു നേരം, വേറൊരു ദിവസം വേറെ സമയം, അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു റിതം നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരും. പിന്നെ ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഒരിക്കലും രാത്രി ആവരുത്. നമ്മൾ നൈറ്റ് ലൈഫാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത്. പക്ഷെ എന്നാലും എന്ത് ചെയ്യരുത്, രാത്രി ഹെവി ആയിട്ട് കഴിച്ചാൽ അത് എഴുതി വെച്ചോളി, നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഭാവിയിൽ ഉണ്ടാക്കും. കാരണം അതിൽ ശരിക്കും ഡൈജഷൻ നടക്കില്ല. ഡൈജഷൻ നടക്കുമ്പോൾ നേരെ കിടന്ന് ഉറങ്ങുകയല്ലേ, അപ്പോൾ കൂടുതലായിട്ട് എന്ത് ചെയ്യില്ല, ഡൈജഷൻ നടക്കാതെ അവരുടെ ഫെർമെൻറ്റേഷൻ വന്നിട്ട് വീണ്ടും ഗ്യാസ് പ്രൊഡക്ഷൻ കൂടുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ പെർമനൻ്റ്ലി ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ അതിനെന്തായിരിക്കും സൊല്യൂഷൻ ഉണ്ടാവുക? പെർമനൻ്റ്ലി മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് കോസിനെ ട്രീറ്റ് ചെയ്യണം. ഇപ്പോൾ എച്ച് പൈലോറി ആണെങ്കിൽ എച്ച് പൈലോറി ഇൻഫെക്ഷൻ പോകാനുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതല്ല നമുക്ക് പിന്നെ ഇൻഡൈജഷനാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലൈഫ് സ്റ്റൈലിൽ കുറേ മാറ്റങ്ങൾ, ഇനി ഡൈജഷന് വേറെ വേണ്ടിയിട്ട് മെഡിസിൻസ് കഴിക്കണം. ആ കഴിക്കുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് പോവുള്ളൂ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. മെയിനായിട്ട് അസിഡിക് ആയിട്ട് വരുന്ന ഭക്ഷണങ്ങൾ. അസിഡിക് എന്ന് പറയുമ്പോൾ മെയിൻ സാധനമാണ് നമ്മൾ പെപ്സി, കൊക്കക്കോള വരുന്ന സാധനം. അത് പല്ലിനെ പോലും ദ്രവിപ്പിക്കാൻ പവറുള്ള അത്രയും തന്നെ ആസിഡാണ്, കാർബോണിക് ആസിഡാണ്. ഇത് വയറ്റിൻ്റെ അകത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്നത് ഷുഗർ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറാതെ നിർത്തും കേട്ടോ. പിന്നെ ഫുഡുകളുള്ളത് പുളിയുള്ള എല്ലാ ഭക്ഷണങ്ങളും, ഈ ഓറഞ്ച്, പിന്നെ മുസമ്പി, ഇങ്ങനത്തെ തുടങ്ങിയിട്ട് പിന്നെ നമ്മളെ പുളിയുള്ള എല്ലാ ഭക്ഷണങ്ങളും, ഇപ്പോൾ വിനാഗിരിയിലിട്ട് വെച്ച സാധനങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അതേപോലെ എരിവുള്ളതും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. നമുക്ക് കഴിക്കാൻ പറ്റിയ ഭക്ഷണങ്ങൾ നല്ല യോഗട്ട് കഴിക്കാം. യോഗട്ട് എന്നും ഒരു ഉച്ചയ്ക്കാണ് ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് യോഗട്ട് കഴിക്കാൻ. നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 1/2 കപ്പ് യോഗട്ട് കഴിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ വയറിനും സ്റ്റൊമക്കിനും ഗട്ടിനും പോലും കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മളെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ, അതായത് വരാതിരിക്കാനും ഇത് വന്നിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും സാധിക്കൂലേ? ഇല്ല, അതെ, നല്ല രീതിയിൽ കുറച്ചെടുക്കാൻ പറ്റും. നമ്മൾ മെഡിസിൻസ് കൂടി ചെന്നാലാണ് ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളതാണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ലൈഫ് സ്റ്റൈലൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് ക്രോണിക് ആയിട്ടുള്ള കേസുകളാണ് എൻ്റെ റൂട്ട് കോസ് ശരിക്കും കണ്ടെത്തി
ട്രീറ്റ്മെൻറ്റും കൂടെ എടുക്കുമ്പോഴേ അത് മാറാറുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ്. അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് ഭയങ്കര ഒരു കോംപ്ലിക്കേഷൻ എന്നുള്ളതല്ല, പക്ഷേ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ട്, ജീവിതം വളരെ ബുദ്ധിമുട്ടിലേക്ക് എന്ത് ചെയ്യും, ഇത് ബാധിക്കും എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ഡോക്ടറെ, നമ്മൾ നേരത്തെ ചോദിച്ചൊരു കാര്യമാണ്, എങ്കിലും ഒന്നും കൂടെ ആളുകൾക്ക് ഒന്ന് മനസ്സിലാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പം നമ്മൾ വളരെ ഹെവി ആയിട്ട് ഗ്യാസ് ഉള്ള ഒരാളുകൾക്ക് ഈ ഡൈജസ്റ്റ് പ്രോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാവുന്നുണ്ട്? ആദ്യം അവർ പറയുന്ന ഡൈസ്പോൾ കൊടുക്കുമ്പോൾ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു പുകച്ചിലിനൊക്കെ ഒരു ആക്കം, ഒരു കുറവ് നല്ല രീതിയിൽ കിട്ടുന്നു എന്ന് പറയും. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് വരുമ്പോൾ ഇതിൽ നല്ല കുറവ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു പേഷ്യൻ്റ് വന്നിരുന്നു, ആ ഒരു കുട്ടിക്ക് അവർ ഡൈസ്പോ കൊടുത്തത്. ആ ഡൈസ്പോ കൊടുത്തു, ആ ഒരു 1 വീക്ക് 10 ദിവസം ഞാൻ കൊടുത്തു മെഡിസിന്. ഈ 10 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ആ കുട്ടി കുറേ കാലമായിട്ട് 2 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് നിൽക്കുന്ന, ഈ 10 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ആ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്. നല്ല ഹാപ്പി ആയിട്ടാണ് ആ പേഷ്യൻ്റ് വന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഈ ഡൈജസ്റ്റ് പ്രോ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ബെനിഫിറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചും നിങ്ങൾക്ക് ഡോക്ടറെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ നമുക്ക് ഇനിയും വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇത് നമ്മോട് കൂടെ ഡോക്ടർ മുഹമ്മദ് ഷിബിലി സാറാണ്, വിസരിയ ഹെൽത്ത് കെയറിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.